ഹായ് ഫ്രണ്ട്സ്, ലാൽസ് ടെക്കുവേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കബോർഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെഷിന് മുകളിലായിട്ട് റെക്സിൻ കൊണ്ട് കവർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കബോർഡ്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലോത്ത് റാക്ക് എന്നേ നമുക്ക് വിളിക്കാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എക്സ്ട്രാ സ്റ്റോറേജ് പ്ലേസ് ആണ്. 3 അടി വീതിയും 4 അടി ഹൈറ്റുള്ള ഈ കബോർഡിനെ നമ്മൾ 4 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നമ്മൾ ഇതേപോലെ സാരികൾ ഞാത്തിടാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടിൽ നമുക്ക് ഇതേപോലെ തുണികൾ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് മൂന്നാമത്തെ റാക്ക്. ഇതിൽ കുറച്ച് കണ്ടെയ്നറുകൾ വെച്ചിട്ടുണ്ട്. കുറച്ച് നിത്യോപയോഗ സാധനങ്ങളും അതുപോലെ മരുന്നുകൾ ഇതൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. ഇത് ഈ കബോർഡിന്റെ ഏറ്റവും താഴെയുള്ള 4ാമത്തെ തട്ടാണ്. ഇതിനകത്ത് നമ്മൾ പുസ്തകങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കബോർഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഈ കട്ട് ചെയ്തെടുത്ത പീസുകളുടെയൊക്കെ എഡ്ജുകൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ റോളിൽ നിന്ന് മൊത്തം 8 പീസുകൾ അളവനുസരിച്ച് മുറിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പീസാണിത്. ഇത് 36x48 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതുമേ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ലാസ്റ്റ് മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. ഇതൊന്നും മാറ്റി വയ്ക്കാം. ബാക്കി വരുന്ന 7 പീസുകളാണിത്. ഇതിന്മേൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഈ ഓരോ പീസിൻ്റെയും ഒരു അരികിലായിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിൽ നമുക്കൊന്ന് സൈഡിലേക്കൊന്ന് മടക്കി ബാൻഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം 8 പീസിൽ 7 എണ്ണം ഇതേപോലത്തെ വീതി കുറഞ്ഞവയാണ്. അതിൽ 7ൻ്റെയും വീതി തുല്യമായിരിക്കും. വീതി നമ്മൾ 15 ഇഞ്ചാണ് ഇട്ടിരുന്നത്. അതിൽ 2.5 ഇഞ്ച് നമ്മളിവിടെ ഒരു ബെൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 8 പീസുകളും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ പീസുകളും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പീസാണ് ഇത്. 36x48 ഇഞ്ച് സൈസ് വരുന്ന പീസാണിത്. ഇതാണ് നമ്മുടെ കബോർഡിൻ്റെ ഏറ്റവും പുറകുവശത്ത് വരുന്നത്. ഇനി ബാക്കി വരുന്ന 7 പീസുകളും ഇതേപോലത്തെ വീതി കുറഞ്ഞതും വൺ സൈഡ് ബെൻഡ് ചെയ്തതുമായ പീസുകളാണ്. ഇതിൽ നിന്ന് 4 എണ്ണം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ 4 വശങ്ങളിലായിട്ട് ആദ്യം പിടിപ്പിച്ചെടുക്കാം. അതാത് സൈഡിലത്തെ നീളം നോക്കി യോജിച്ചത് ഏതാണോ അത് വെച്ച് ചേർത്ത് വെച്ച് പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം. കെട്ടി കൊടുക്കാനായിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ കമ്പി ഇട്ട് കെട്ടാം, അല്ലെങ്കിൽ ഇതുപോലെ കേബിൾ ടൈ വാങ്ങി അതുകൊണ്ട് കെട്ടി കൊടുക്കാം. ഓരോ 3 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കൊന്ന് കെട്ടാൻ. വല്ലാതെ അകലം ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ തലപ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ 4 വശങ്ങളിലായിട്ട് വീതി കുറഞ്ഞ നെറ്റ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മൊത്തം 3 ഭാഗങ്ങളാക്കിയിട്ട് ഭാഗിച്ച് ഇതുപോലത്തെ 3 റാക്കുകളെ 3 ഭാഗങ്ങളിലായിട്ട് തട്ടായിട്ട് വെച്ച് കൊടുക്കാം.
കബോർഡിൻ്റെ റാക്കുകളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യാണ്. റെക്സിൻ കൊണ്ടാണ് കവർ ചെയ്യുന്നത്. റെക്സിൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ശരിക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി ഇതുപോലെ തകിടിൻ്റെ വേസ്റ്റ് പീസിൽ നിന്ന് റിബൺ സൈസിൽ മുറിച്ചെടുത്ത പീസുകളാണിത്. ഇത് എല്ലാ എഡ്ജുകളിലും വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ മേൽഭാഗം നമുക്ക് ഇതുപോലത്തെ റെക്സിൻ കൊണ്ട് കവർ ചെയ്യാം. കുറേശ്ശെ ഭാഗങ്ങളായിട്ട് നമുക്ക് ചുളിവില്ലാത്ത വിധത്തിൽ ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മുടെ കബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഈ ലെഫ്റ്റ് സൈഡും ഓപ്പോസിറ്റുള്ള റൈറ്റ് സൈഡും റെക്സിൻ കൊണ്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. കബോർഡിൻ്റെ 4 വശങ്ങളും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ ബാക്ക് സൈഡ് ചുമരിനോട് ചേർന്ന് വരുന്ന വശമാണിത്. ഇതൊന്നും ഒട്ടിച്ചു കൊടുക്കാം. കബോർഡിൻ്റെ 4 അറകൾക്കും റെക്സിൻ കൊണ്ട് ഡോർ പോലെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കബോർഡിൻ്റെ ഡോറുകളിൽ ഒന്നാണിത്. ഇതിൻ്റെ അരികിലായിട്ട് നമ്മൾ വെൽക്രോ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മുള്ളു പോലെ ഇരിക്കുന്ന ഭാഗത്തിന് ഹൂക്ക് എന്നും ഈ പഞ്ഞു പോലെ ഇരിക്കുന്ന ഭാഗത്തിന് ലൂപ്പ് എന്നാണ് പറയാം. ഇതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒട്ടിച്ചേർന്ന് ഇരുന്നോളും. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം.